ഞാൻ എന്തി തൊട്ടാലും അത് ഇങ്ങനെയാ. ഹലോ 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 ഹലോ. ഇവിടെ കോപ്പിറൈറ്റ് കിട്ടാത്ത ഒരു പാട്ട് ഏതായിരിക്കും? എനിക്ക് ആരുടെ ഇപ്പൊ സൗണ്ട് വന്നു. സൗണ്ട് വന്നോ നിങ്ങൾക്ക്? സൗണ്ട് വന്നോ? സൗണ്ട് വന്നോ? സൗണ്ട് വന്നോ? സൗണ്ട് വന്നോ? ഓ എനിക്കിന്ന് തീരെ FPS ഇല്ലല്ലോ. കേരള വിഷൻ മുമ്പ് ഞാൻ BSNL എടുത്തു, അതും മൂഞ്ചി. വെരി ഗുഡ് അച്ഛാ. എന്റെ ഫ്രണ്ട് കേരള വിഷൻ എടുത്ത് മൂഞ്ചി ജിയോ ആക്കി. ഇപ്പൊ ഏഷ്യനെറ്റിനെ തെറി വിളിക്കണമെന്ന്. 3 പേരെ ഒരേ സമയത്ത്. ആളിയാ അണ്ണാ ഞാനിവിടെ പുതിയതാ. വെടി മെഷീൻ. ഓ വെൽക്കം ടു ദ സ്ട്രീം ബ്രദർ, വെൽക്കം ടു ദ സ്ട്രീം. T/help തരും. ഒന്നും വർക്കായില്ല, അതുകൊണ്ട് ക്യാഷ് എറിഞ്ഞു വേണ്ട. അയ്യോ ഗൈസ്, RP കയറുന്നതിന് മുമ്പ് RP റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര കാര്യം പറയാനുണ്ട്. KV എന്ന് പറയുന്ന ഗ്യാങ് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അതിൻ്റെ ഒരു റിപ്ലൈയും കൂടെ പറയുവാണ്. സോ KV എന്ന് പറയുന്ന ഗ്യാങ് കറൻ്റ്ലി ഇപ്പം അവർ ക്ലോസ് ചെയ്തു. അതായത് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരിനി ഇപ്പോഴേ അതിനകത്ത് കുറേ പേര് ഇറങ്ങി. KVയിൽ കുറേ പേര് ഇനി കളിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. കളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കുറേ പേര് ഇറങ്ങിയതായിട്ട് അവർ പറഞ്ഞു. അപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ KVയിൽ ആരെങ്കിലും നമ്മളിപ്പോൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടോ, അവരെ വിളിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഇതുപോലെ വന്ന് ചോദിച്ചായിരുന്നു. കറൻ്റ്ലി നമ്മൾ റിക്രൂട്ട്മെൻറ്റ്സ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ സ്റ്റിൽ പറയാം, എത്രയൊക്കെ റിവലറി ഉണ്ടെങ്കിലും എത്രയൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഗൈസ്, ഞങ്ങളുടെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ഒപ്പോണൻസ് ആയിരുന്നു അവർ. ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാങ്ങിനെ അടിക്കാൻ കമ്മിറ്റ്മെൻറ്റോടെ പ്രാക്ടീസ് ചെയ്തതിൽ വൺ ഓഫ് ദ ഒരു ഗ്യാങ്ങാണ് KVA. അതെനിക്ക് പറയാനുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് എനിക്കത് പറയണമെന്ന് തോന്നിയ കാര്യമാണ്. ഈ മാറ്റർ നമുക്ക് ഇഗ്നോർ ചെയ്യാനുള്ള കാര്യമാണുള്ളൂ. പക്ഷേ സ്റ്റിൽ അത് പറയാതിരിക്കുന്നത് ശരിയല്ല. എന്തൊക്കെ പറഞ്ഞാലും, എത്ര അടിയുണ്ടായാലും വഴക്കുണ്ടായാലും ചീത്തവിളി ഉണ്ടായാലും OC വന്നിട്ടുണ്ടെങ്കിലും എന്തായാലും ഞാൻ പറയുകയാണ്, ഇൻസൈഡ് ദ RPയിൽ ഞങ്ങൾ ഒരുപാട്, അതായത് ശരിക്കും അടിക്കണം അല്ലെങ്കിൽ അടിച്ചുറക്കണം അല്ലെങ്കിൽ അങ്ങനെ അതിനു വേണ്ടി കുത്തിയിരുന്ന് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുള്ളതിലുള്ള ഒരു ഗ്യാങ് ആയിരുന്നു KVA. അങ്ങനെ ഒരു ഗ്യാങ് ഇത്ര പെട്ടെന്ന് സെപ്പറേറ്റ് ആയി പോകുന്നത് കണ്ടതിൽ ചെറിയൊരു വിഷമമുണ്ട്. അത് ടു ബി ഓണസ്റ്റ് ഞാൻ പറയാണ്, എന്തൊക്കെയാണെങ്കിലും എവിടെയൊക്കെയാണെങ്കിലും. അപ്പോൾ എല്ലാം ഫിക്സ് ചെയ്ത് അവർ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ, അതേ നമുക്ക് പറയാനുള്ളൂ. കറൻ്റ്ലി ഇപ്പം അവിടുന്ന് ഒരു റിക്രൂട്ട്മെൻറ്റ്സും നമ്മളിപ്പോൾ എടുത്തിട്ടില്ല. ഒരു റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും ഒന്നും കറൻ്റ്ലി ഇപ്പോൾ ഇവിടെ ഇല്ല, എടുത്തിട്ടില്ല. അത് ഞാൻ ഓൾറെഡി പറയാണ്. കാരണം കുറേ പേര് ഇതുപോലെ ചോദിച്ചായിരുന്നു, ഇന്ന ആളെ TV-യിൽ എടുത്തോ, ഇന്ന ആളെ അവിടെ നിന്ന് എടുത്തോ, ഇന്ന ആളെ എവിടെ നിന്ന് എടുത്തോ എന്നുള്ളത്. അപ്പം നമ്മൾ ആ ഒരു കാര്യത്തിൽ വെറുതെ കൈസ് ഇപ്പോൾ ഇനി അവരുടെ ഓരോ ഡിസ്മാൻഡിലായി അതായി എന്നൊക്കെ പറഞ്ഞ് ഓരോ വീഡിയോസ് വരും. ദയവേത് അതിനകത്ത് പോയിട്ട് അവരെ ട്രിഗർ ചെയ്ത് ഇതാക്കാതെ, നമ്മളും ബ്രേക്കൊക്കെ എടുത്ത് പോയിട്ടുള്ളതാണ്. അപ്പോൾ അവരും അവരുടെ മൈൻഡൊക്കെ സെറ്റാകുമ്പോൾ തിരിച്ചു വരട്ടെ, അങ്ങനെ ഇതാക്കി അങ്ങനെ പോട്ടെ. അല്ലാതെ ഇനി അതിൽ കൂടുതൽ നമുക്ക് അതിനകത്ത് വെറുതെ പോയി ചുമ്മാ ഹേറ്റും പറഞ്ഞ് മറ്റേ അടിയുണ്ടാക്കി പിടിയുണ്ടാക്കി കഴിക്കാതെ അവരുടെ മൈൻഡ് സെറ്റൊക്കെ ഓക്കെ ആകുമ്പോൾ അവർ തിരിച്ചു വരട്ടെ. ഓക്കെ, അത്ര എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. അനൂപ്രോ താങ്ക് യു സോ മച്ച് ഓഫ് ദ 40 ഗൈസ്. അപ്പോൾ മെമ്പർഷിപ്പ് എടുക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിക്കിന്ന് ഒട്ടും FPS ഇല്ല കേട്ടോ. എനിക്കിന്ന് നിങ്ങൾക്ക് എത്ര FPS കാണിക്കണേ? ഹലോ, ഒന്നുമില്ല ബ്രോ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഗൈസ് എല്ലാവരും ഡു ലൈക്ക് ദ സ്ട്രീം. Anna, I am a staff of KV. I think I can solve DM me on DK Boy YT. ഈ DM-ൽ എനിക്ക് എന്താണ്, DM-ൽ നീ മെസ്സേജ് അയച്ചോ, പക്ഷേ അഡ്ജസ്റ്റ്മെന്റ്സിനൊന്നും പറ്റത്തില്ല. നെറ്റിന്റെ സ്പീഡ് കൂടാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യണമെന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നെറ്റിന്റെ സ്പീഡ് കൂട്ടി തരാക്കി സ്പീഡ് കൂട്ടി തരണം. അഡ്ജസ്റ്റ് ചെയ്യണമെന്നും പറയരുത്. മുട്ടിയാൽ ഞാൻ വാതിൽ ഉറക്കുകയില്ല. ഇവിടെ റെഗുലിനൊന്നും തുറന്നു കൊടുത്തിട്ടില്ല. പിന്നെയാണ് ഇനി ഒരു മിനിറ്റ് ബ്രോ. അണ്ണാ വാട്സപ്പ് ഗ്രൂപ്പ് പൊളിയാണ്, ഇടയ്ക്ക് വരണം ഗ്രൂപ്പിൽ. വരാം. ഞാൻ ആ പുതിയ ഗ്രൂപ്പിൽ കയറിയില്ലായിരുന്നു, പുതിയ ഗ്രൂപ്പിൽ ആക്റ്റീവ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇതാക്കാൻ. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. പോസിറ്റീവ് വൈബ്സ് ഉള്ളി. അതെ, വി ആർ ഗോയിങ് ഫോർ എ 24 hour ലൈവ്. 24 മണിക്കൂർ നമ്മൾ ഈ ലൈവ്. കേരള വിഷൻ എന്നെ മൂഞ്ചിച്ചില്ലെങ്കിൽ 24 മണിക്കൂർ ഞാൻ ഇവിടെ ഉണ്ടാവും. പക്ഷേ ഈ 24 മണിക്കൂർ നെറ്റ് കട്ടാവാതിരുന്നാൽ, ഈ 24 മണിക്കൂർ നെറ്റ് കട്ടാവാതെ ഈ ലൈവ് കംപ്ലീറ്റ് ആക്കിയാൽ കേരള വിഷൻ അടിപൊളിയെന്ന് ഞാനൊരു 10 വട്ടം പറയാം അടുത്ത ലൈവിന്റെ സ്റ്റാർട്ടിങ്ങിൽ. മച്ചാനെ എൻ്റെ പേര് പരന്തു വാസു. മച്ചാന്റെ പേരെന്താണ്?
കുട്ടു എന്ത് ചെയ്യുന്നു? പുതിയതായിട്ട് വന്നേ ഉള്ളു സിറ്റിയിലല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. നമുക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ. ഇന്നാണ് വന്നേ? സന്തോഷം മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. സമാധാനം, സന്തോഷം, നമ്മൾ ഭയങ്കര പ്ലസന്റ് ആയിരിക്കും ഇവിടെ. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോട്ടെ. ഓക്കെ. അയ്യോ അവൻ ഒരുത്തനും കൂടെ മൂഞ്ചി. 4 year ആയി ലൈവ് കാണാൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് സൂപ്പർ ചാറ്റ്. ഷെബീൻ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 179 rupees സൂപ്പർ ചാറ്റ് ബ്രോ. സൗണ്ട് ഇല്ല, കുറവാണ്. ഗെയിം സൗണ്ട് കുറവാണെന്നോ? ഗെയിം സൗണ്ട് കുറവാണോ? ഗെയിം സൗണ്ട് കുറവാണോ? അടുത്ത പ്രശ്നമാണേ. ഞാനൊരു പ്രശ്നേഷായി മാറിക്കൊണ്ടിരിക്കണടാ. ഞാനൊരു പ്രശ്നേഷായി മാറിക്കൊണ്ടിരിക്കണം. സത്യം പറയാമല്ലോ. എഡിറ്റ് ഫിൽട്ടർ ഗെയിൻ. ഇത് മൈക്കിൻ്റെയാ. ഡെസ്ക്ടോപ്പ് ഓഡിയോ ഫിൽട്ടർ. അതിനും ഗെയിൻ ഇടാൻ പോണി ഞാൻ. 7. തിരുത്തി വെക്കാൻ വന്നല്ലേ, വെട്ടം വന്നല്ലേ. ഗൈസ് എല്ലാവരും ഡു ലൈക്ക് ദ സ്ട്രീം. ഹലോ, എവിടെ ഉണ്ട് ബാബു? ഞാൻ മൈൽസിനൊരു കാർഡ് വാങ്ങി കൊടുക്കാൻ വേണ്ടി വന്നത്. കാർഡോ? 4 വീലുള്ള കാർ. ഞാൻ എങ്ങോട്ട് വരണം? അപ്പൊ ഒരു കാര്യം ചെയ്താൽ മൈൽസ് മൊഴി വാങ്ങിച്ചു തരും. മള്ളി 719 അടുത്തുള്ള കരയിൽ വന്നാടി. എന്റെ 5 പൈസ ഇല്ല. 5 പൈസ ഇല്ല. സത്യം പറയാലോ, ബാങ്ക് അക്കൗണ്ടിൽ പോലും 1 രൂപ എടുക്കാനില്ല. 1 രൂപ. എന്തെങ്കിലും എടുക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ, എടാ ഒരു മിനിറ്റ്, എന്തെങ്കിലും എടുക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മേടിച്ചു കൊടുത്തു. അതെ. ന്യൂ ഗ്രൂപ്പ് ഫുള്ളായി. വേറെ ഒരെണ്ണം ഉണ്ടാക്ക് ബ്രോ. ഉണ്ടാക്കാം. താങ്ക് യു സോ മച്ച്. 810 റീകോൺ TV 100 രൂപ. ഹബീബി നാട്ടിലുണ്ടോ? നാട്ടിലുണ്ട് ഹബീബി. റീകോണെ എവിടെ? നമുക്ക് 2 വെടിയൊക്കെ വെക്കണ്ടേ? ന്യൂ ഗ്യാങ് ഡ്രസ് ഇട് മോനെ. സസ്പെൻഷനാ ഇന്നൂടുണ്ട്. സസ്പെൻഷൻ ഗ്യാങ് ഡ്രസ് ഇടാൻ പറ്റൂല. വാട്സ്ആപ്പ് ഗ്രൂപ്പ് പുതിയ ഉണ്ടാക്കാം ഗൈസ്. പുതിയ ഉണ്ടാക്കാം ഗൈസ്. അപ്പൊ മെമ്പർഷിപ്പ് എടുക്കാത്തവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കണേ. ഹലോ, ഐ തിങ്ക് ഇറ്റ്സ് എ കോൺഫിഗ് ഇഷ്യൂ ഓർ IPv4 ബഗ്. ഓക്കെ ബ്രോ, ഓക്കെ. എന്തായാലും എന്നെ വിളിച്ചാൽ ഞാൻ മെസ്സേജ് അയക്കാം. എടാ നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? ഞാൻ അങ്ങോട്ട് വരാം. കൊച്ചിയർക്കൻ ഗർഭം തലയില. അയ്യോ சொல்லுங்க தம்பி சொல்லுங்க. எப்படி இருக்கு? உன்னோட அப்பா எവിടെ? அப்பா അപ്പക്ക് ഇന്ത നാട്ടീന്ന് 20 days വിലക്ക് കിട്ടിയാച്ച്. അവൻ വേറെ നാട്ടിൽ പോയി തല്ല് വാങ്ങിയിട്ട് ഇരിക്കെ. അവിടുത്തെ തല്ല് വാങ്ങി ജീവനോടെ ഇരുന്നാൽ അവൻ തിരുമ്പി വരും 20 ഡേക്ക് അപ്പുറം. അന്നേക്ക് ഉന്നോട് അപ്പാവെ പാക്ക മുടിയും. ചന്ദ്രബോസ് ദാ ഇന്ത പുള്ളയുടെ അപ്പ. ഇത് ആര്? ഇന്നലെ പരിചയപ്പെട്ട കുട്ടിയല്ലേ ഇത്? ആവണി. ആവണി 1 second ഇന്ത പക്കം വാങ്ങോ. എടാ ഈ ആവണിയുടെ അടുത്ത് ഈ ബാബു എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കണേ. ആവണി ഇന്ത പക്കം അണ്ണാ. സന്തോഷം. മെമ്പേഴ്സ് ഗ്രൂപ്പ് ഫുള്ള്. എടാ പുതിയത് ഉണ്ടാക്കി തരാമോ? നടക്കടാ, ഞാൻ ഇതിനൊന്ന് വളക്കട്ടെ. ആവണി നിജമാ സൊല്ല്. ഞാൻ അവൻകിட்ட ചോദിക്കത്തില്ല. ബാബു എന്നെ പറ്റി എന്താണ് പറഞ്ഞത്? അത് വേണം. എനിക്കത് തെരിയണം. ഒരു ഇഷ്യൂവും ആവാതെ അത് ഏൻ ഗ്യാരണ്ടി. ഇതുക്ക് മുന്നാടിയും അവൻ പലവട്ടം ഇന്ത മാതിരി മൂഞ്ചിയ പരിപാടികൾ എങ്കിട്ടെ പണിട്ടെ. എന്നിട്ടും അവൻ ഗ്യാങ്ങിൽ ഇருக்கு. அப்போ இது வந்து ஒரு பிரச்சனையும் ஆகாது. ஆஸ் a டாக்டர் எனக்கு வந்து என்னோட பேஷண்ட்ஸோட பர்சனல் இன்ஃபர்மேஷன் எதுவுமே யார்கிட்டயுமே சொல்லக்கூடாது. അയ്യോ, ഏൻ പേഴ്സണൽ മാറ്റല്ല, എൻ പേഴ്സണൽ സ്വഭാവം, എൻ പേഴ്സണൽ കാര്യങ്ങൾ ഊങ്കിട്ട് അവ ഷെയർ പണിട്ടെ. ആന എനക്ക് അത് തിരിച്ച് അറിയാനുള്ള റൈറ്റ് ഇല്ലയാ? ஆனா
ஓகே அது உங்களோட இஷ்யூ நான் சொல்றேன். அவங்க வந்து நான் அவங்க கிட்ட பேசும்போது ഒരു മിനിറ്റ് ആവണി, ഒരു മിനിറ്റ്. ഞാൻ ഒരു കാർ എടുക്കാം. ഇവിടെ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല. എന്റെ കൂടെ ഒന്ന് വരൂ ഒരു 10 മിനിറ്റ്. ഓക്കെ വാ വാ. അണ്ണാ പനിയാണെന്ന് കള്ളം പറഞ്ഞ് നാളെ ലീവ് എടുത്ത് 24 hours കാണാൻ ഞാൻ കാണും. ലെറ്റ്സ് ഗോ അണ്ണാ, ലവ് യു. അത്രേ ഉള്ളു. ഇങ്ങോട്ട് വരുമോ അതോ അങ്ങോട്ട് വരണോ? എടാ ഞാൻ ഇപ്പൊ ഒരു 5 മിനിറ്റ്. എനിക്കിതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഞാൻ അതൊന്ന് ഇതാക്കിട്ട് വരാം. ഭയങ്കര ലാഗ്. ഓ ഓക്കെ പ്രശ്നമില്ല. വെയിറ്റ്. നമ്മൾ കഴിഞ്ഞ് മുതുകിലോട്ട് വരാൻ വേണ്ടി അവിടെ കാണാം. മള്ളി അങ്ങ് വന്നാൽ മതി. ഞാൻ കാർ എടുക്കാം. ഹലോ சொல்லுமா என்னாச்சு? ഓ അവണി വണ്ടിയിൽ ഗൈസ് ഒരു സെക്കൻഡ്. നൈസായിട്ട് അവൻ വിളിക്കണം കേട്ടോ. അവൻ നൈസായിട്ട് നിന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരാടാ കാവറക്കി. ഒരു സെക്കൻഡ്. ആ അയ്യോ ഒരു സെക്കൻഡ്. മുതുക്ക് ഒട്ടുമേ സേഫ് അല്ലേ? എന്നെ ടെക്സ്റ്റ് പണ്ണറാറ് ബാബു. என்ன I miss you ன்னு சொல்லி டெக்ஸ்ட் பண்ணாரு. അവന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും പോലും ഇന്തമാതിരി മെസ്സേജ് അവൻ അനുപ്പാത്. മിസ് യു. കഷ്ടം. ഹാൻഡിലാക്കിട്ട സംസാരിക്കുന്ന കേൾക്കത്തില്ല ഗൈസ്. ഗൈസ് സ്പോൺസർഷിപ്പ് എടുക്കുന്ന എല്ലാവർക്കും താങ്ക് യു. ഇല്ല ഈ RP ഇടയ്ക്ക് വായിച്ചു കഴിഞ്ഞാൽ കുളമാവും. അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത്. ഓ ആ സെമിത്തേരി. ഇന്തമാതിരി ശവങ്ങളെ പറ്റി സംസാരിക്കുന്നതിന് ശവം തന്നെ ധാരാളം. വാ സെമിത്തേരി എങ്കിൽ സെമിത്തേരി. അയ്യോ ഇത് സെമിത്തേരി അല്ലേ, ഇത് ഗ്യാങ് ഹൗസ്, ഹെൽഫയർ. രണ്ടും ഏകദേശം ഒന്ന് തന്നെ. എന്നാലും സെമിത്തേരി ഇവിടെ അല്ലായിരുന്നോ? എവിടെയായിരുന്നു? മാഗ്നോളജി ഇല്ലല്ലേ? ഇവിടെയാണ് ലെഫ്റ്റില് മാഗ്നോളജി ഇല്ലല്ലേ? പുതിയതാണോ സിറ്റിയില്? കുട്ടിയാ. കുട്ടിയല്ലേ? കുഴപ്പമില്ല. പയ്യെ വരും. இல்ல நான் இங்க வந்து யூசுவலா வர்றது கிடையாது இல்லையா, அப்போ என்னோட அப்பா அம்மா எல்லாருமே உயிரோட தான் இருக்காங்க. தேங்க் யூ so much for 40. ஆனா ஏன் அப்பா அம்மாவும் உயிரோடு இருக்குமோ இல்லையோ എന്ന് എനിക്ക് தெரியாது. தெரியாதுன்னா புரியல. ஆர்ஃபனேஜா நீங்க? நாங்க வந்து ஆர்ஃபனேஜ் தான். I don't know my parents. No worries, you have a great family. Yeah. Yoko Gaming Bro, thank you so much for the chat. appo okay நான் சொல்றேன். ഒരു സെക്കൻഡ്. ഹലോ പറയൂ മെറിൻ. ഇനി എന്നെ നേരിട്ട് കണ്ടിട്ട് മനസ്സിലായില്ലെന്ന് പറഞ്ഞ വാസണ നല്ലത് മേടിക്കുക. അങ്ങനെ പറയല്ലേ. ഞാൻ അവിടെ ഫ്രണ്ടി വന്നിട്ട് ഇപ്പൊ കണ്ടിട്ട് മനസ്സിലായില്ലെന്ന് പറയില്ല. അയ്യോ ഫ്രണ്ടിലുണ്ടായിരുന്നു മെറിൻ. വാസണ അവിടെ ആവണിയുടെ കൂടെ നിന്നത് ഞാനാണ്. എന്നിട്ട് ആവണിയെ മാത്രം വിളിച്ചുകൊണ്ട് സൈഡിൽ കൊണ്ടുപോയി. അയ്യോ ഞാൻ ആവണിയുടെ അടുത്ത് ഞാൻ അവിടെ അർജന്റ് കാര്യം സംസാരിക്കാൻ വേണ്ടിട്ടാണ് അവനെ വിളിച്ചോണ്ട് പോയത്. ഞാൻ കണ്ടില്ല മെറിനെ. ഞാൻ അവിടെ നിന്ന് വാസണ്ണാന്ന് വിളിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല, മിണ്ടാതെ അവിടെ നിന്ന്. എന്നിട്ട് ആവണയും കൂട്ടിക്കൊണ്ടുപോയി. അയ്യോ ഞാൻ മെറിൻ വിളിച്ചപ്പോ ആവണിയാ വിളിച്ചെന്നാ വിചാരിച്ചിരുന്നേ. സോറി മെറിനെ. ഇല്ല ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ മെറിനെ വന്ന് കാണും. ഇന്ന് മെറിനെ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ. ഇത് എന്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. പിന്നെ കൺവിൻസ്ഡ്. യെസ് നമ്പർ 2. ആവണി ഇനി സൊല്ലേ എന്നെ പറ്റി എന്തൊക്കെയാണ് അവ ഓങ്കിട്ടെ சொல்லியது. ஓகே பிரச்சனை என்னன்னா ஆக்சுவலி அவங்க வந்து தெராப்பிக்கு வந்திருந்தாரு.
அப்போ அவருக்கு ரொம்ப பிரச்சனைன்னு எல்லாம் അവൻ എന്ത് തെറാപ്പിക്കാ വന്നത്? அவங்களுக்கு ஏதோ டிப்ரெஷன் போல. ഓ അത് ശരിയായിരിക്കും. കുറെ നാള് ഭാര്യ മക്കളെയും വിളിക്കാതൊക്കെ ഇരിക്കുമ്പോഴേ അവര് മൈൻഡ് ചെയ്യാതിരിക്കുമ്പോ ഡിപ്രഷൻ വരും. അതായിരിക്കും. പറ. எஸ், அப்போ அவரு வந்து he was like எனக்கு வந்து ஒரு முதலாளி இருக்காரு, அவர் என்ன வச்சு நிறைய வேலை இது பண்றாங்க, அதனால எனக்கு என்ன பண்ணும் எப்படி எது தெரியலன்னு சொல்லி ரொம்ப அவங்க டிப்ரெஷன்ல இருந்தாங்க. ஆக்சுவலி டிப்ரெஷன் வந்து ஹேசல் விஷயமா? അല്ല അവനെ വെച്ച് നിറയെ വേല പണ്ണുവന്നല്ലേ? ഞാൻ ഒരു കാര്യം പറയാം കുട്ടി. ഒരു നിമിഷം ഫ്ലൈറ്റ് മോഡില് പോട് അതുതാ എനക്കും വേണം. ഞാനും ഫ്ലൈറ്റ് മോഡിലിടാം. ഇത്രയും കോള് വിളിക്കുന്ന ആര്? ബാബു ആണോ വിളിക്കുന്നേ? இல்ல சூர்யா கால் பண்றான், எல்லாரும் இருக்காங்க. அண்ணா சுகவல்ல நாட்டில வந்தோம். சைரக்ஸ் நாட்டி வந்தடா. ஓகே. அப்போ ஆஃப்டர் தட் ஹி வாஸ் லைக் நான் கேட்டேன், நான் வந்து உங்க முதலாளிய பத்தி நிறைய இப்படி கேட்டிருக்கேன். അല്ലല്ല ഞാൻ പറഞ്ഞതിനുള്ള റിപ്ലൈ കേക്ക്. അവനെ വെച്ച് നിറയെ വേല ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, വെടി വെക്കാൻ അറിയത്തില്ല. ഒരു ദിവസം വാറിൽ കൊണ്ടുപോയി അവനെ. ഇത് കേൾക്കണം അവണി. ഒരു ദിവസം അവനെ വാറിന് ലൈനപ്പിലിട്ട് ഫ്രണ്ടിൽ ഒരു എനിമി വന്നപ്പോൾ അവൻ വെടി വെച്ചത് കുരിശു പോലെയാണ് റീകോയിൽ മറ്റേ ഭിത്തിയിൽ കണ്ടത്. അന്നെടുത്ത് മാറ്റിയതാ ഞാൻ ലൈനപ്പിൽ നിന്ന്. വെടി വെക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഗ്യാങ് വാറിന് എടുക്കാൻ പറ്റത്തില്ല. ഗ്രൈൻഡ് ചെയ്യത്തില്ല. ഗ്രൈൻഡ് ചെയ്യാനിരുന്ന അപ്പ തൂറ്റൽ വരും അവന് അപ്പ പോണം. രണ്ടാമത് അപ്പൊ ഗ്രൈൻഡിങ് ഇല്ല. കോൺസ്റ്റിപ്പേഷൻ. രണ്ടത് പിന്നെ ഗ്യാങ്ങിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ വായ്ത്താളം ഉണ്ടല്ലോ. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ തോക്കുമെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു എനിമിയുടെ മുമ്പിൽ ചെന്നിട്ട് നമ്മുടെ ഇപ്പം ശത്രുക്കളായിട്ടുള്ള, അതായത് എനിമി ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് കോമഡി അടിക്കും, ഭയങ്കര മെസ്സായിട്ടുള്ള ഡയലോഗ്സ് അടിക്കും. ഡയലോഗ് അവനെയും കൊണ്ട് ടി വിയിലുണ്ടായ ഒരു ഉപകാരം അത് മാത്രമാണ്. മനസ്സിലായോ? അതാണ് അവൻ പറയുന്ന പണി. அவங்க எங்கிட்ட ஆக்சுவலி சொன்னா நிறைய வேலை பண்றாரு, நிறைய தம்பிமார் எல்லாம் பாத்துக்கணும், நீங்க இல்லையானா அவங்களும் சரக்கண்ணாந்து இதெல்லாம் பாத்துக்கிறாங்கன்னு சொல்லி. ഇത്രയും വിഷമം അവനുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്റെ കുട്ടി. അവൻ ഭാര്യ മക്കളോട് പോലും പറഞ്ഞിട്ടില്ല ഇവിടെ ജോലി. ഒന്ന് ആലോചിച്ച് നോക്കിയേ അവന് ഇത്രയൊക്കെ പ്രഷർ ഉണ്ടായിരുന്നെങ്കിൽ 4 വർഷം 4 years എന്തിനിവിടെ നിന്നു? അവന് വേറെ എവളോ ഗ്യാങ്ങുകൾ ഇരിക്കെ ഇന്ത സിറ്റിയിൽ അവൻ അങ്ങോട്ട് പൊക്കൂടായിരുന്നു? എന്തിന് ഇവിടെ തന്നെ? ഓ അവന് പേസാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. 35-40 മെമ്പേഴ്സ് ഇൻ TV. എല്ലാവരും റേഡിയോയിൽ ഇருக்கு. ഇപ്പൊ റേഡിയോ കണക്ട് പണ്ണേ 6 പേര് റേഡിയോയിൽ ഇருக்கு. അവർക്ക് പേസാലോ. അവന് പെമ്പിള്ളാരോട് പേസിയാൽ മാത്രമേ സമാധാനം വരുള്ളൂ. അല്ല അവര് சொன்னது വേറെ யாருக்கிட்டையும் லைக் வேற யாரும் பொம்பளை ஃப்ரெண்ட்ஸ் இல்ல, அதனால ആവണി കിട്ടதான் എല്ലാം சொல்லி. ആവണി ലോകത്തുള്ള എല്ലാ കോഴികളുടെയും ഒറ്റ ഡയലോഗ് ഇതാണ്, എനിക്ക് യാർ കിട്ടും പേസ. ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് 5 പേർക്ക് അനുപ്പും. അതിൽ ആദ്യം റിപ്ലൈ ചെയ്യുന്നവരെ മൂഞ്ചിക്കും. ഇതാണ് പരിപാടി. മനസ്സിലായ? ഇത് സ്ഥിരം വേലയാണ് ഇവന്റെയൊക്കെ. ഓക്കേ, ഉங்களோட விஷயத்துல வரேன். உங்க விஷயம் என்னன்னா விஷயத்துல வா. வாசு அண்ணா சொல்லி நான் நிறைய கேட்டிருக்கேன். டோம் அண்ணா வந்து இப்படி சொல்லிட்டே இருப்பேன், வாசு அண்ணா ஏதாவது அவங்க ரொம்ப பிடிக்கும், வாசு அண்ணா அப்படி இப்படி நிறைய சொல்லுவான் டோம். அப்ப நம்ம வாசு அண்ணன் யாரு நான் கேள்விப்பட்டிருக்கேன். அப்ப அது வந்து ஒரு பெரிய ஆளு, அவர்கிட்ட பேசலாம் கூடாது. அவரு வந்து அவங்களுக்கு பொம்பளைனா பிடிக்கவே பிடிக்காது. அவங்க வந்து பொம்பளை வந்து சுட்டு கொண்டுருவாங்கன்னு சொல்லி, அவங்களுக்கு நிறைய கேர்ள் ஃப்ரெண்ட் இருந்தது, எல்லாரையும் சுட்டு கொண்டு அப்படி. he was literally like you are a person who hates girls, who kills girls சொல்லி. That's why I was very scared to talk to you. ഇത്രയും നാളെ നോക്കി വളർത്തിയവനൊക്കെ ഇങ്ങനെ തന്നെ പറഞ്ഞു ബാക്കിയുള്ളവരോട്. സന്തോഷമുണ്ട് ഇത് കേൾക്കുമ്പോൾ. പോട്ടെ, ഇനിയിപ്പോൾ നമ്മുടെ ഗ്യാങ്ങിൽ പെണ്ണുങ്ങളില്ല, അത് ശരിയാണ് എന്ന് കരുതി
ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ഓഫണാണ്. ഒരു അമ്മയുടെ സ്നേഹം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പെമ്പിള്ളാരോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇടപെടണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കുട്ടി. പക്ഷേ എന്താണെന്ന് അറിഞ്ഞുകൂടാ, കുറേ പെൺകുട്ടികൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ബേബി ചിലപ്പം ബാബുവിന് അങ്ങനെ ഒരു പേടി ഉണ്ടാവും. ഇപ്പം അവനേക്കാളും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാൾ ആവണിയെ കൊണ്ടുപോകുമോ എന്നുള്ളൊരു പേടി എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ബാബുവിനുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഒരിക്കലും എന്നെ കാണാനും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാനും ഇടയുണ്ടാവരുത് എന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചതിൻ്റെ മെയിൻ കാരണം പോലും അതാണ്. இல்ல மேபி அது வந்து உங்களால இருக்கிறது அந்த அட்மிரேஷன் இருக்கு. அண்ணா இப்படி பண்றாரு, அப்போ எனக்கும் அப்படிதான் வேணும்னால ஒரு அட்மிரேஷனா இருக்கலாம். அண்ணா அப்படி பண்ணா அவன் அப்படி பண்ணாது. அவன் ഓൾറെഡി ഭാര്യ ഇருக்கு. അവൻ ഓൾറെഡി ഭാര്യ ഒരു കൊച്ചു ഇருக்கு. അപ്പൊ ഓൾറെഡി അവൻ പണിന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒഫൻസീവ്. ഓൾറെഡി അവൻ എല്ലാം കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടാണ് അവൻ പറയണത്. பாபு சொன்னது பாபு சிங்கிள், ஹேசல் அண்ட் ஆர்யா இல்லாம அவங்க லைஃப்ல வேற யாருமே இல்ல. ഇപ്പൊ ലൈഫിൽ ആരും ഇപ്പൊ ഉണ്ടാവില്ല. അവരൊക്കെ അങ്ങ് ബംഗാളിലല്ലേ. ഇവിടെ ആരുണ്ടാവാനാ? എനിക്ക് കുട്ടി ഇങ്ങനെ എനിക്കിത് പറഞ്ഞ് നമ്മളിത് അങ്ങോട്ട് കുറ്റം പറയണത് പോലെ ആയിപ്പോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അവൻ കള്ളനവൻ. അവൻ പഠിച്ച കള്ളൻ. അവനെ കണ്ണടച്ചാൽ പോലും കണ്ണ് തുറന്നു പോലും വിശ്വസിക്കരുത്. അതുപോലത്തെ കള്ളൻ. അവന്റെ പേര് കള്ളൻ നമ്പൂതിരി ഇടണം. അവന്റെ ബാബു എന്നുള്ള പേര് മാറ്റിട്ട് അവനെ കള്ളൻ നമ്പൂതിരി ഇടണം. അങ്ങനെ പേര് കൊടുക്കേണ്ട ഒരുത്തനാണ് അവൻ, കള്ളൻ. இல்ல ஆக்சுவலி வந்து மிதுன் ப்ரோ தேங்க் யூ so much 8017 சந்திரன் சொல்லிருக்கான். லைக் ചന്ദ്രൻ சொல்லிയില്ല. അത് അന്ത അഭിപ്രായം എന്താ ഈ എൻ്റെ സിറ്റിയിൽ അവനക്ക് അത് ഒരാളുടെ അല്ല, എല്ലാവരുടെയും അഭിപ്രായം അതുതാ. ഇപ്പം ഞാൻ എക്സാമ്പിൾ ആവടി പേഴ്സണലായിട്ട് ഏതെങ്കിലും ഒരു ബാബുവിനെ പരിചയമുള്ള ബാബുവായിട്ട് സംസാരിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ അടുത്ത് പോയിട്ട് ബ്രോ ഒന്ന് വരുമോ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ മാറ്റി എവിടെയെങ്കിലും ആരും കേൾക്കാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് ബാബുവിനെ പറ്റി അഭിപ്രായം ചോദിച്ചു നോക്ക്. ഒരാൾ നല്ലത് പറയൂലോ, ഒരാൾ. അവനും കള്ളനാണ്, അവൻ്റെ അച്ഛനും കള്ളനാണ്. അവൻ്റെ ബംഗാളിൽ നിന്ന് അവൻ്റെ അച്ഛൻ വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് മോന് ലൈഫ് ടൈമിൽ കൂടെ നിൽക്കുന്ന ഒരുത്തനായിരിക്കും ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവുമെന്ന്. അങ്ങനെ തുടങ്ങിയതാണ് അവൻ്റെ അച്ഛൻ കള്ളം പറയാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനും കള്ളനാണ്, അവൻ്റെ അച്ഛനും കള്ളനാണ്. അവൻ്റെ അച്ഛനും കള്ളനാണ്. പുള്ളി എന്നെ ഒരു വട്ടം ഫോൺ വിളിച്ച് ചാവുന്നതിന് മുമ്പ്. എല്ലാവരും കള്ളന്മാരെ, ഇവരെ കള്ളം ഫാമിലിയിൽ നിന്ന് വരുന്നതാണ് ഇവൻ. Anna, maybe you should talk to Babu. I think he's having a lot of issues. அவங்க வந்து ഒന്ന് വണ്ടി കയറോ. Within you bro, thank you so much for the 8036. Old Vasu is back. சரியாவும்னு என்னோட மனசு சொல்லுதானா? என்ன கேட்டல. இல்ல நீங்க பேசினா அவங்க சரியாயிடுவாங்கன்னு சொல்லி என்னோட മനസ്സ് சொல்லுது. പേസിന അവൻ ശരിയായിടുവെങ്കിൽ 4 വർഷം മുമ്പേ അവൻ ശരിയായിടുവായിരുന്നു. എവളോ വാട്ടി പേസിരുക്കെ, എവളോ ടൈം മുടിച്ചിരുക്കെ. ആന ഞാൻ സിറ്റിയിലില്ലെങ്കിൽ എന്നെ പറ്റി ഇതുപോലെ എല്ലാവരിടത്തും മൂഞ്ചിത്തരം പറഞ്ഞങ്ങ് തുടങ്ങും. ഞാൻ തിരിച്ചു വരുമ്പോഴായിരിക്കും ഇതെല്ലാം അറിയുന്നത്. ഞാൻ തിരിച്ചു വരുമ്പോൾ എല്ലാവരും എന്നെ പീഡന വീരനായിട്ടും കൊലപാതകയായിട്ടും ഒക്കെയാണ് എന്നെ കാണുന്നത്. ഞാനിത് എങ്ങനെ സഹിക്കും? എൻ്റെ ആവണി തന്നെ പറ, ഞാനിത് എങ്ങനെ സഹിക്കും? എല്ലാത്തിനും ഒരു പരിധിയില്ല. ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളെ മൂഞ്ചിക്കുക എന്ന് പറയുമ്പോൾ ആവണി തന്നെ അത് പറ, ഞാനിത് എങ്ങനെ സഹിക്കും? എൻ്റെ ആവണി அது சரிதான், இருந்தாலும் எப்படி லைக் குட்டியா பயம் தான் இருந்தது. ஆனா அப்படி நான் வந்து யாருமே ஜட்ஜ் பண்ண மாட்டேன். டாக்டர் இருந்தனால எல்லாரும் நிறைய விஷயமா சொல்லுவாங்க அந்த பக்கம் இந்த பக்கம் எல்லாம். ഞാൻ ഇവനെ ഒന്ന് ബ്ലോക്ക് ചെയ്തോട്ടെ. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കൂല. അവങ്ങളോട് ഇഷ്യൂസ് ആയിരിക്കുമേ. ഒരു മിനിറ്റ് ഇവന്റെ ചാവ എന്നൊരു ചാവടി എന്തരോ. അണ്ണാ ഹലോ. ആവണി இருக்கீங்களா? இருக்கீங்களே சொல்லு.
இல்ல யாருமே பெர்ஃபெக்ட் கிடையாது இல்லையா. இப்போ உங்களுக்கு கூட நிறைய இஷ்யூஸ் இருக்கலாம். நீங்க வந்து ஒருத்தர் கூட ரொம்ப കംഫർട്ടബിളാ இருக்கலாம். അത് ശരിയാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ആവണി, ഇപ്പൊ ആവണി ഇത്രയും ടൈം എൻ കൂടെ സ്പെൻഡ് പണിട്ടെ ആന ആവണിക്ക് ഫീൽ പണിയാച്ചാ ഞാനൊരു മൊറട്ട് അല്ലെങ്കിൽ ഞാനൊരു കൊലകാരൻ അന്ത മാതിരി ആവണിക്ക് ഫീൽ പണിയാച്ചാ അപ്പൊ എന്നെ പറ്റി ഇന്ത നാട്ടില് എല്ലാരോടും ഇന്ത മാതിരി പേസിട്ട് ഇരിക്കണ ഒരുത്തനോട് ഞാൻ എന്നെ പറയണം, ഞാൻ എന്നെ ചൊല്ലണമെന്ന് ആവണി തന്നെ പറയണ്ട ആവണി. அதான் சொன்னேன். அவங்களுக்கு வந்து உள்ளுக்குள்ள ஏதாவது இஷ்யூ மாதிரியோ ஏதாவது மென்டலி அவங்க ரொம்ப அன்ஸ்டேபிளா இருக்காங்க. மென்டലി അൺസ്റ്റേബിൾ. അവന് പ്രാന്തുണ്ടെന്ന് എനിക്ക് പണ്ടേ അറിയാം. അതെനിക്കറിയാം. അവൻ ഗുളികയും കഴിക്കത്തില്ല, അതാണ് അവന്റെ മെയിൻ പ്രശ്നം. അവന് പ്രാന്തുണ്ട്, അത് പണ്ടേ ഉണ്ട്, അതെനിക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യമാണ്. അവൻ കള്ളനുമാണ്, അവൻ പ്രാന്തനുമാണ്. അവന് പ്രാന്തുണ്ട്. என்ன சொல்றேன்னா அவருக்கு வந்து உங்களை நீங்க லைக் ஐ டோன்ட் நோ நீங்க எப்படின்னு எனக்கு தெரியாது. பட் வாட் ஐ கேன் அண்டர்ஸ்டாண்ட் இஸ் அவர் வந்து ரொம்ப இந்த மாதிரி நீங்க இந்த மாதிரி பண்ணறது போல பார்த்து he also maybe wants to do it மாதிரி. എന്റെ പൊന്നാവണി, ഞാൻ പറയുന്ന കേക്ക്. അവൻ നിന്നെ എന്നോട് സംസാരിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ കൺസിഡറേഷൻ ഒക്കെ കൊടുക്കാൻ തോന്നുന്നത്. കൺസിഡറേഷൻ കൊടുക്കും തോറും അവൻ ഇങ്ങനെ മറ്റേ വീർത്ത് വരും. മനസ്സിലായോ? വീർത്ത് വരും. അന്തമാതിരി ഒരുത്തനാണ് അവൻ. കൺസിഡറേ പണ്ണക്കൂടാതെ. അപ്പോൾ താനെ അവൻ്റെ വിഷം ഇറങ്ങും. അവൻ വന്ന് മറ്റേ പാമ്പ് தெரியுமா? പാമ്പ് അത് മാതിരി പെരിയ കൂടിയ വിഷം ഡെയിലി അതിങ്ങനെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കും. കള്ളൻ. இல்ல நான் வந்து அவரை ஒரு பேஷண்டாவும் ஃப்ரெண்டா மட்டும்தான் பாக்குறது. அவர் என்ன சொன்னாலும் அதுതാ ഞാനും ഊങ്കിട്ടെ சொல்ல വന്നേ. അവനെ ഒരു പേഷ്യന്റ് ആയിട്ടാ കാണണം, മെന്റൽ പേഷ്യന്റ്. അവന് പ്രാന്തിന്റെ ഗുളിക എഴുതി കൊടുക്കണം. ഹീ ഈസ് എ മെന്റൽ പേഷ്യന്റ്. അവന് പ്രാന്തിന്റെ ഗുളിക എഴുതി കൊടുക്കണം. അതുപോലെ തന്നെ പ്രപ്പോസ് ചെയ്യാനായിട്ട് വല്ല പൂവോ കായോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല താറ്റണം. ഓൾറെഡി പറയണം ഉനക്ക് പുരുഷൻ ഇർക്ക് എന്നങ്ങ് ചൊല്ലിയാൽ തീരാവുന്ന പ്രശ്നമുണ്ട്. പൊണ്ടാട്ടി അല്ല, ഉനക്ക്. അയ്യോ, ഒരു സെക്കൻഡിലേക്ക് ഞാൻ ഉണ്ടല്ലോ, ഞാൻ വേറെന്തൊക്കെ വിചാരിച്ചു കുട്ടി. ഞാൻ നിനക്ക് പൊണ്ടാട്ടി എന്ന് പറഞ്ഞപ്പോ ഞാൻ ജീവൻ ഞാൻ പറഞ്ഞത് ഉനക്ക് പുരുഷൻ ഇറുക്കെന്ന് ചൊല്ലണം. ഞാൻ വേണേ പുരുഷനാവാം. അതിപ്പോ 6 പേര് വേണേ പറയാലോ. 6 പേര് വേണേ പറയാം ആവണിക്ക്. ഇനിയിപ്പോ പേരൊന്നും കിട്ടിയില്ലെങ്കിൽ പരുന്തുവാസം എന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. அது வேணாம் அண்ணா, உங்களுக்கு ஆல்ரெடி ஹெய்லி மேடம் இருக்காங்க. நான் கூட அதுல தலை போட்டா ஹெய்லி மேடம் அவ்வளவுதான். ஹெய்லி மேடம் ஏன் லவர் அல்ல அவனி. ஹெய்லி மேடம் வந்து ஹெய்லி மேடம் என்கிட்ட அப்படி சொல்லு. ഹെയ്ലി മേഡം വന്ന് എന്റെ കേസ് അന്വേഷിച്ച മേഡം, അത്രേ ഉള്ളൂ. എനിക്ക് അതിൽ കൂടുതൽ മേഡത്തിനോട് പരിചയമില്ല. ഹെയ്ലി മേഡത്തിനോട് താല്പര്യമുള്ളത് എന്റെ അനിയനാണ്, വേലായുധൻ. இல்ல என்ன ஹெய்லி மேம் எங்கிட்ட அன்னைக்கு நாங்க வந்து இந்த மாதிரி ட்ரிப் போயிட்டு இருக்கும்போது அங்க சொன்னாங்க இந்த மாதிரி எனக்கு குட்டி கிரஷ் இருக்கு, ஆனா என்ன பண்ணுன்னு தெரியாது. லைக் அந்த மாதிரி. ഹെയ്ലി മേഡത്തിന് ക്രഷ് இருந்தாലും എനിക്ക് ക്രഷ് വരണമല്ലോ. കറക്റ്റ്. ഇതാരാണത്? தெரியாதே. വാണി, இது வந்து என்ன சொல்றது, മലയാളത്തില് சொல்லுவாയില്ലേ ക്രിമികടി. ക്രിമികടി അതിന്റെ കുറവുണ്ട് അവന്. അടുത്ത വാട്ടി വരുമ്പോ ക്രിമികടി, പ്രാന്ത് മുതലായ എല്ലാ അസുഖങ്ങൾക്കൂടുള്ള മരുന്ന് ഒരുമിച്ച് എഴുതി കൊടുക്കണം.
കേട്ടാ, അവന് തെറാപ്പി അല്ല വേണ്ടുന്നത്, അവന് നല്ല തെറിയാ വേണ്ടുന്നത്. തെറി. അവന് തെറാപ്പി എന്ന് പറഞ്ഞ അങ്ങോട്ട് വന്നാൽ എന്റെ ഫോൺ നമ്പർ കൊടുക്കും, നല്ല തെറി ഞാൻ കൊടുക്കും. അന്നേരം അവൻ നന്നാവും. இல்ல அண்ணா நான் என்ன சொல்றேன்னா, நீங்க வந்து ഒരു വാട്ടി ബാബു കിட்ட പേசி பாருங்க. அப்ப எல்லாம் അല്ല, ബാബു കിட்ட ഞാൻ എന്നെ പേசி പാറണം. லைக் அவருக்கு என்ன இஷ்யூ, லைக் ரொம்ப மென்டலி ரொம்ப டவுனா இருக்காங்க, ஒரு ஹாப்பினஸ் இல்ல போல. ആവണിക്കിട്ട് വരുമ്പോൾ അവൻ ഹാപ്പിനെസ് ഇല്ലാതെ അഭിനയിക്കും. നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ഹാപ്പിനെസ്സിന് ഒരു കുറവുമില്ല, ഒരു പ്രശ്നവും ഇല്ല അവന്. ഞാൻ പറഞ്ഞില്ലേ അവൻ കള്ളനാണ്. ഇപ്പം ഞാൻ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹായ് ആവണി இந்த மாதிரி മൂഡിലിരിക്കുന്ന ബാബു പെട്ടെന്ന് ഇപ്പൊ ആവണിയെ കാണാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവിടെ വന്നിട്ട് മൂഡ് ഔട്ട് ആയതുപോലെ ഇങ്ങനെ അഭിനയിക്കും. ഹായ് ആവണി, എന്നിട്ട് ആവണി അന്നേരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്ത് പയ്യെ കൊണ്ടുവരുന്നത് വരെ അവൻ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടേ ഇരിക്കും. മനസ്സിലായോ? അവൻ പേരും കള്ളനാ. അവൻ്റെ എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞ കേട്ടോ. അവൻ്റെ പെണ്ണുമ്പിളെ വിളിച്ച് എന്നോട് സങ്കടം പറയുന്നത് കേൾക്കുമ്പോഴേ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഒരു ദിവസം പുള്ളിക്കാരിയാണെങ്കിൽ അവിടെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് കേട്ടാ, ഞാൻ ഇവന് ശമ്പളം കൊടുത്തു 3 മാസമായിട്ട്. ഞാൻ ഡയറക്റ്റ് ഇവൻ്റെ കയ്യിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ആ പൈസയും കൊണ്ടുവന്ന് സിറ്റിയിൽ വേറൊരു പെണ്ണിന്, ഇതിന് മുമ്പ് ഒരു പെണ്ണുണ്ടായിരുന്നു ആര്യ എന്ന് പറഞ്ഞിട്ട്, ആ പെണ്ണിന് കാർ മേടിക്കാൻ വേണ്ടി ആ പൈസയും കൊണ്ട് ആ കൊച്ചിന് കാർ മേടിക്കാൻ പോയി. ലാസ്റ്റ് 3 മാസമായിട്ട് ശമ്പളം വരാതെ ഇവന്റെ പെണ്ണുമ്പിള്ള എന്റെ ഫോണിൽ വിളിച്ച്. അന്ന് തൊട്ടാണ് ഇവന്റെ ഞാൻ ആരെ പണിയിട്ട് പോച്ച്. അല്ല അങ്ങനെയല്ല, எப்படி சொல்றது, ஆரியாட்ட நீங்க ஏதோ ஏன்னா இதுதான் நம்ம கேங் தான் முக்கியம் அப்படி இப்படின்னு சொல்லி அவங்க ஏதோ போயிட்டாங்க. மறுபடியும் பாபுக்கு அவங்களோட ஃபேமிலி தான் முக்கியம்னு சொல்லி யாரையாவ ഇത് பண்ணிட்டாங்கன்னு. അതും എന്റെ തലയിൽ. ഇവൻ ഓരോ പെണ്ണുങ്ങളുടെ അടുത്ത് പോകും, എന്നിട്ട് ഇങ്ങനെ അതും ഇതും പറയും. ഞാൻ സിറ്റി പോലും ഇല്ലാതെ ഞാൻ തിരിച്ചു വരുമ്പോ ഇവളുമാരുടെ എല്ലാം വായിരിക്കണമെന്ന് ഞാൻ കേൾക്കും. ഇവൻ കള്ളൻ പറഞ്ഞാൽ ഇവൻ കള്ളനാ. ഇവൻ പേരും കള്ളനാ. എനിക്ക് അതിലൊന്നും യാതൊരു ബന്ധവേ ഇല്ല. എന്റെ ആവണി, ഞാൻ എങ്ങനെ ആവണി ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും ആവണി? இல்ல எனக்கு புரியுது. எனக்கு எல்லாரோட நான் வந்து அழுத்தறியும். தீவு சொல்றது கேட்டாச்சு, சந்திரன் சொல்றது கேட்டாச்சு, சரக்கண்ணன் சொல்றது கேட்டாச்சு, இப்ப நீங்க சொல்றது கேட்டாச்சு. அப்புறம் யாரு ஸ்னைப் அவ பெரிய கள்ளன். நான் வந்து ஆல்மோஸ்ட் எல்லாத்தையுமே பேசி முடிச்சாச்சு. அப்படி அவங்க எல்லாரும் இதான் சொல்றாங்க, பாபு வந்து அவங்க ஹேலின்னு சொல்றவங்க பாபு தான் கொன்னான்னு சொல்லி. Avani, if you don't mind, you have food? I have food in food. I don't have food. Super. ഒന്നുമില്ല കയ്യിൽ, ഒരു പായസം പോലും ഇല്ല. ചോക്ലേറ്റ് എടുക്ക, അത് കൊടുക്കവാ? താ. നല്ല മധുരം. இது வந்து நான் வந்து என்னோட பேஷண்ட்ஸ்க்கு கொடுக்கிற சாக்லேட். அவங்க வந்து பயந்து வருவாங்க இல்ல. எக்ஸ்பயரி டேட் ഒക്കെ കഴിഞ്ഞല്ലോ ആണോ? இல்ல ഫ്രഷ്. നേത്തിക്ക് വാങ്ങി വെച്ചത്. ഓ, ഇതപ്പോ എല്ലാ പേഷ്യൻസിനും കൊടുക്കുന്നതാണല്ലേ ഇത്? ஸ்டாக் வைக்கணும் இல்லையா? குழந்தைகள் எல்லாம் நிறைய, அன்னைக்கு சூர்யா கூட வந்தானே, அவனுக்கெல்லாம் 10 சாக்லேட்ஸ் தான் கொடுப்பேன். ഓ, സൂര്യ കൊച്ചിയിറക്കന്റെ കാര്യല്ലേ? ഓക്കെ മനസ്സിലായി. അത് എൻ കൂടെ தான் இருந்தது இந்த கேஸ் നടക്കുമ്പോൾ. ഓ, മനസ്സിലായി. കേസ് തെളിഞ്ഞ് ചന്ദ്രനേറ്റ് ലാസ്റ്റ്. ഓ, സൂപ്പർ. കോടതിയിലെ തെളിവോടെ പിടിക്കുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് ചുമ്മാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് പയ്യനെ ഏറ്റം കെടുത്ത്. എന്തായാലും പിടിക്കുമെന്ന് അറിഞ്ഞേട്ടാ. അപ്പൊ പിന്നെ അളിയൻ ഒരു സാഡ് ബിജിഎം ഒക്കെ കയറ്റി നൈസായിട്ട്. இல்ல அவரு ஏதோ இக்னோர் பண்றாரு, குழந்தைய பாத்துக்கிறது இல்ல அப்படினா சொல்லி சூர்யா கால் பண்ணி. അത് കേസ് ക്ലോസ് ചെയ്യാൻ എന്തെങ്കിലും അളവ് കാണിക്കണ്ടേ? ഇല്ല, ഐസായിട്ട് അളിയൻ നേരെ വന്നിട്ട് 2 സാഡ് ബിജിഎം ഒക്കെ ഇടിപ്പിച്ച്, എന്നിട്ട് നമ്മുടെ ഒരു പയ്യനെ വിളിച്ച് കൂട്ടത്തിൽ അടുത്ത് നിന്നിട്ട് രണ്ടുപേരോട് ഒരുമിച്ച് ഇപ്പൊ സാഡ് ബിജിഎം ഒക്കെ പ്ലേ ചെയ്ത് ഇന്ന് തൊട്ട്
എൻ്റെ മോനാണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് 35 അച്ഛന്മാരുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞു. അതായത് ടി വിയിൽ എല്ലാവരും കൂടെ കേട്ടോ. ഞാൻ പറഞ്ഞു എന്നെ ഒഴിച്ച് ബാക്കി 34 അച്ഛന്മാരെന്ന് പറഞ്ഞു. എനിക്ക് എന്തായാലും ആവേണ്ടത് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കി. എന്നിട്ട് സാഡ് BGM വിട്ട് വലിച്ചു കയറിയതാണ്. ഇപ്പൊ ആ ചെറുക്കനെ നോക്കണത് പോലും ഇല്ല അവൻ. അതെ, അവൻ കള്ള. ഇവന്മാരല്ലേ ഫ്രോഡ്, വെറും ഫ്രോഡുകളാണ് മൊത്തം ഫ്രോഡ്. இப்ப யார நம்பணும்? சந்திரனா, ஸ்டீவா, ஸ்னைப்பா, சரக்கண்ணனா, நீங்களா, பாபுவா? நான் யார நம்பணும்? ആരെ നമ്പിയാലും ബാബുവിനെ നമ്പരുത്. ഗുരുപ്രഭാർ ബ്രോ, താങ്ക് യു സോ മച്ച്. 10 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ബ്രോ, താങ്ക് യു സോ മച്ച്. ഗൈസ് മെമ്പർഷിപ്പ് എടുക്കാതൊക്കെ മെമ്പർഷിപ്പ് എടുക്കണേ. അത് മാത്രമേ என்ன பண்ணறது? அவங்க வந்து கால் பண்ணி கேட்பாங்களே. எனக்கு மெசேஜ் வந்தது பாபுவோட. நான் சொன்னேன் உங்க கூட தான் കാര്യം മട്ടും ചെയ്താ മതി. ആവണി പ്രപ്പോസ് ചെയ്താൽ സ്ട്രെയിറ്റ് ഫേസാ പറഞ്ഞിട്, ഉനക്ക് വേറെ പുരുഷർക്ക് എനിക്കിതിൽ താല്പര്യമില്ല, ബി ഫ്രണ്ട്സ്, അതുക്ക് ഞാൻ റെഡി എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു അവന്റെ പ്രശ്നം. எனக்கு புருஷன் இல்லையே. അവണി എനിക്ക് മനസ്സിലായി. അവണിയെ പോലെ നല്ലൊരു കുട്ടിക്ക് കള്ളം പറയാൻ പറ്റത്തില്ല, പുരുഷനില്ല എന്നുള്ള രീതിയിൽ കള്ളം പറയാൻ പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇതിനു വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ്. ഐ ലവ് യു. അക്സെപ്റ്റ് ചെയ്തിട്ട് പുരുഷനുണ്ടെന്ന് പറഞ്ഞുതരാം. വയ്യ എനിക്കിത് ഡിസ്കസ് ചെയ്യാൻ വയ്യ. എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ ആവണി? എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ഇതൊക്കെ ഇവന്മാരുടെ കള്ളത്തരമാണ്. എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. இங்கிட்ட வந்து சொன்னாரு சரக்கண்ணன், சாரி வாசுண்ணாக்கு. ടോം അണ്ണനാ? ടോം. ഏത് ടോം? ADR ടോം അണ്ണാ. ആ ടോം. അല്ല, ഞാൻ കള്ളത്തരം പറയാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയാനാണ് ഉദ്ദേശിച്ചുള്ളൂ. നീ കൂടുതൽ ഉദ്ദേശിച്ചില്ല, മനസ്സിലായോ? അല്ല, ഞാൻ അവരോട് കള്ളം പറഞ്ഞോളാം നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പ് ആണെന്ന്. അങ്ങനെ പറഞ്ഞാൽ എല്ലാം വാസു അണ്ണൻ കിട്ട കേള് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞോളാം ബാക്കി. അത്രേ ഉള്ള ആവണി. ഇനിയെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം, എല്ലാവരുടെ അടുത്തൊന്നും രക്ഷിക്കാൻ ഞാൻ ഉണ്ടാവൂല കേട്ടാ. എനിക്ക് ഇവനെ എനിക്ക് കള്ളനാണെന്ന് ജന്മന അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാണ്. ഇനി കുട്ടി എന്തെങ്കിലും ട്രാപ്പിൽ പോയി വീണാൽ എനിക്ക് എപ്പോഴും രക്ഷിക്കാൻ പറ്റണമെന്നില്ല, മനസ്സിലായോ? இல்ல நான் வந்து ஆக்சுவலி எனக்கு என்னோட ஜாப் தான் முக்கியம். நான் வந்து இப்ப யாரோட கூட ஒரு லைஃப்ல கமிட்மெண்ட் எனக்கு வேணாம். ஓ சத்தியம். எனக்கு வந்து என் ஜாப் இருக்கு, என் ஃப்ரெண்ட் சர்க்கிள் இருக்காங்க, அதுவே അതെ என்ன சொல்றது, அதுவே போதும். அதுதான் நல்லது. அதுதான் ஃப்ரீடம். ஃப்ரீடத்துக்கு இல்லாம இப்ப எப்படி சொல்லுவோம்? இப்ப நம்ம கமிட்மெண்ட்ல போகணும்னு வச்சுக்கோங்களேன், அந்த அந்த ஒரு இவங்களதான் பாத்துக்கணும், நம்ம எப்போவாவது ஃப்ரீ ஆனா இவங்க கூட தான் நடக்கணும், இவங்க கூட தான் கால் பண்ணணும். அதான் ரொம்ப எனக்கு முடியவே முடியாது. நான் வந்து ஒரு என்ன சொல்றது, இன்ட்ரோவர்ட்டா இருந்தா கூட எனக்கு அந்த ഒരു ഫ്രീഡം വേണം. എന്തായാലും അത് നല്ല കാര്യം. അത് അങ്ങനെ തന്നെ പോട്ടെ മുമ്പോട്ട്. അത് അത്രയും അടിപൊളിയായിട്ട് അങ്ങനെ മുമ്പോട്ട് പോകണം. അതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ കൊണ്ടുപോയിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ കൊണ്ടുപോകണം. അത് ലൈഫ് ആവുമ്പോൾ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് അതാണ് നല്ലത്. ഞാനും അതുകൊണ്ടല്ലേ സിംഗിൾ ആയിട്ട് എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി. മനസ്സിലായി. എനിക്കും അതുതാ. ബാങ്ക് ബാലൻസ് വന്ന് 1000 CR 2000 CR. ബട്ട് I don't want to make money. Okay. Understood. But this is fine. ഇങ്ങനെ പറഞ്ഞാൽ മതി. അതാണ് നല്ലത്. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ മതി. അതിൽ കൂടുതൽ ഒന്നും വേണ്ട എനിക്ക്. കാരണം ഇനി അവൻ കാരണം ഒരു പെണ്ണിന്റെ ജീവിതം തൊലയാൻ ഞാൻ സമ്മതിക്കൂല. I understand. Thank you so much for letting me know. நான் வந்து அத அப்படி ஹேண்டில் பண்ணிக்கிறேன். ஏதாவது பிரச்சனைனா நான் உங்ககிட்ட வந்து பேசி சொல்றேன். ഷുവർ. നൈസ് ആയിട്ട് മുഞ്ചി. എടാ എനിക്ക് സെറ്റ് ആവണ്ട, പക്ഷെ അവന് സെറ്റ് ആവരുത്. அவங்க வந்து என்னோட நல்ல ஒரு friend மாதிரி நான் அவங்கள பாக்குறேன்.
ഫോർ ഷുവർ அது இந்த மாதிரி അവണിയുടെ നമ്പർ കൂടെ I will share my number Avani here. You got it? இல்ல கிடைக்கல. இருங்க நான் வந்து இப்பவுமே இதுல தான் இருக்கு. இப்போ கொடுங்க. One second. വാസു ഉണ്ടോ സിറ്റിയിൽ? സരക്ക് വന്നു. Anna, I'll tell you, Sarah is very lucky. One second. I sent it. You got it? Correct. Okay. Share your number. என்ன சொல்றது? சரக்கானாவை பார்த்தா full உங்களுக்கு லக் மட்டும்தான். Share your number. തന്നില്ലടാ എനിക്ക് തിരിച്ച്. കൊടുത്തനെ? ഇല്ല കടത്തില്ല. Any medical issue during live ഞാൻ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ അടൂരിലുണ്ട്. നൈറ്റ് ഡ്യൂട്ടി ആണ്. റെഗുലർ വിട്ടാ മതി. ഞാൻ മെഡിസിൻ ഞാൻ കൊടുത്തു വിട്ടേക്കാം. ഗുരുപ്രഭാകർ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 200. അപ്പൊ ലൈവില് ഞാൻ മറ്റേ വീഴുമെന്നാണ് ബ്രോ പറയണത്. ഞാൻ 1 സെക്കൻഡ് ഫ്ലൈറ്റ് മോഡ് ആണെന്ന് തോന്നുന്നു. എന്റെ ഇത് ഫ്ലൈറ്റ് മോഡാണ്. ഫ്ലൈറ്റ് മോഡില് നമ്പർ വരാതെ. ഫ്ലൈറ്റ് മോഡ് മാറ്റി. നമ്പർ വന്നിച്ച്. ഒരു സെക്കൻഡ് ഞാൻ ഒന്ന്. ഹലോ പരിപാടി സരക്ക്, ഞാന് ഒരു പ്രോഡക്റ്റ് ഡീൽ ചെയ്തോണ്ടിരിക്കുവായിരുന്നേ. ഞാൻ വരാം. സരക്ക്, ഇത് ലൊക്കേഷൻ പറയാൻ പറ്റുന്നതല്ല. ഞാൻ ഏതോ ഒരു മലയുടെ മണ്ടയ്ക്കാ. ഏകദേശം ലൊക്കേഷൻ ഞാൻ മല പിടിച്ചു വരാം. കേറി വാ, അറിയാലോ. സത്യമായിട്ടും അറിയത്തില്ല അതുകൊണ്ടാണ് ഇപ്പൊ അറിയത്തില്ല, നോക്കാതിരിക്കുകയാണ്. സത്യമായിട്ട് ഇപ്പൊ അയക്കാം. ഒരു മിനിറ്റ്. 5017. കൂട്ടായി ഇപ്പൊ കൊടുക്കാം. Everyone do like the stream. Everyone do like the stream, please. തരക്കെ 5017 റോഡ്, കറക്റ്റ് 5017 റോഡ് വരണം. അതില് 5 എന്ന് എഴുതിയേക്കുന്നിടത്തു നിന്ന് നേരെ ഇടത്തോട്ടുള്ള മലയിലുണ്ട്. ഞാൻ ഇവിടെ നിന്ന് കൈ പൊക്കി കാണിക്കാം. 5017. ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ പറ്റുമല്ലേ സരക്കിന്? அவர் எதுவும் சொல்ல மாட்டார், நான் சொல்றேன் நீங்க கேட்டேன்னு சொல்லி. ஓகே பை. ആഡ് ടു കോണ്ടാക്ട്. நான் கால் பண்றேன். பை. ചരക്ക്. வாசனா. 1 സെക്കൻഡ്. ഓക്കേ. ചരക്ക്. മരിനി എതുക്ക് കോൾ പண்ற? കൊച്ചിനോട് ഞാൻ പറഞ്ഞത് കേട്ടാ? ചരക്ക് സവ. ഒരു നിമിഷം ഇപ്പോ വരണം. മെസ്സേജ്. ചരക്ക്. நான் ஏதோ மலைக்கு மேல இருக்கேன். லொகேஷனா? இல்ல நாங்க வந்து எங்க போறோம்? இந்த மலை வந்து ஏதோ ரொம்ப ஹை மலை. எனக்கு அண்ணா ஆக்சுவலி மெரின் லொகேஷன் சென்ட் பண்ண சொல்றா. என்ன பண்ணனும்? ഞാൻ മെറിനെ അങ്ങോട്ട് പോയി കണ്ടോളാന്ന് പറ. അടുത്ത അണ്ണാ. ഹലോ, என்னோட அண்ணா இருக்காங்க. பேரு வாசனா. ஐயோ, என்னோட പറയരുതേ, വേണ്ടോ. என்னாச்சு? உங்களை வந்து அங்க வந்து பாக்குறேன்னு சொன்னாங்க. நீங்க எங்க இருக்கீங்க சொல்லுங்க. വേണല്ലോ. എടാ, എനിക്ക് അവനെ സെറ്റ് ചെയ്യണ്ട, പക്ഷെ അവന് സെറ്റ് ആവരുത്. അതാണ് ഞാൻ എനിക്ക് ഇത് ആവണ്ട. എനിക്ക് അവനെ സെറ്റ് ആക്കണ്ട. I will go and meet her for sure. 1 second wait ചെയ്യേ. അവണി സരക്ക് ഇപ്പൊ വരും. സരക്കിനും എന്തൊക്കെയോ പറയാറുണ്ട്. അപ്പൊ സരക്ക് കൂടെ പറയണത് കേട്ടിട്ട് അവണി ഒരു ഡിസ് എടുക്കുന്നതാണ് നല്ലത്. തമിഴ്നാട്ടിൽ എങ്ക ഇരിക്ക അവണി?
വന്നിട്ടേ ഒരു ചെറിയൊരു സ്ലോ മോഷനിലെ ആള് വരുള്ളൂ. പണ്ട് എങ്ങനെയാണ്? ഹായ് മാം. ബാബു ഇല്ലേ ബാബു? ആ ഹലോ, കേക്കാം കേക്കുന്നില്ലേ? കേക്കാം. ബാബു അവിടെ ആശ്രയി കൊച്ചിനെ തിറ്റി മുഴുവൻ നടത്തേണ്ടി നടപ്പുണ്ട്. PL நல்லா இருக்கு. Too much. PL-ആണോ? ആ PL Yes, yes. 18 19 കേക്കുന്നില്ലേ? ഞാൻ പറഞ്ഞ കേക്കുന്നില്ലേ? വിട്ടുവിട്ട് പോണ്. ആ പോയി, അടിച്ചു പോയി. പാക്കറ്റ് ലോസ് ആണടാ അത്. അതെന്തിനല്ലേ ടെലിപ്പോർട്ടൊക്കെ ആയി വരണ്. സിറ്റി കത്തിയടാ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇത്രയും ദിവസം സ്വർഗരാജ്യത്ത് എല്ലാവരും ആർപ്പി ചെയ്യുന്നത് കണ്ട് കൊതിയായിട്ടാണ് ഞാൻ ഇന്ന് ആർപ്പി ചെയ്യാൻ വന്നേ. ഞാൻ സത്യം പറയാം, ഇത്രയും ദിവസം ഒരു ദിവസം പോലും PL അടിച്ച് ഈ സിറ്റി പോണത് ഞാൻ കണ്ടിട്ടില്ല അളിയാ. സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്, ഇത് ബാബു തന്നെയാണ് ഡീഡോസ് ചെയ്യുന്നത്, ഒരു സംശയവും ഇല്ല. ഇത് ബാബുവാണ് ഡീഡോസിന്റെ ആള്. ഇവനാണ് നമ്മുടെ കൂടെ നിന്ന് ഡീഡോസ് അടിക്കണത്. ഇത് ബാബുവാണ് ആള്, ഒരു സംശയം വേണ്ട അതിന്. ഇന്നലെ എന്റെ മുഖത്തിട്ടടിച്ച് നീ എന്റെ കണ്ണാടി കളഞ്ഞല്ലേ. നിന്നോടൊരു കാര്യം പറഞ്ഞ നിനക്ക് മനസ്സിലാവത്തില്ലല്ലേ. അവൻ വേണ്ടെന്ന് പറഞ്ഞ അവൻ വേണ്ട, മനസ്സിലായോ? അവൻ പറഞ്ഞതുപോലെ തന്നെയാണ്, തല്ലിക്കൊന്ന് ഞാൻ കടലിലെറിയും നിന്നെയൊക്കെ, മനസ്സിലായോ? ഓക്കെ. ആ സടക്ക് പോട്ട് സെമ്മ വന്നാ അടി ഇരിക്ക വിട്ടാ വന്നല്ലേ. കേരള വിഷൻ കഴിഞ്ഞ് അടുത്ത പദ്ധതി 5M അല്ല ഡീഡോസ് ഒന്നും അല്ലെന്നോ. സിറ്റി ഫുള്ള് കത്തി. എടാ ഞാൻ മാത്രമല്ല, എല്ലാരും കത്തി. എല്ലാരും കത്തി. ഞാൻ മാത്രം ആയിരിക്കത്തില്ല. ഞാൻ മാത്രമാണെന്ന് പറയരുത് ദയവ് ചെയ്ത് ഞാൻ മാത്രമാണ് കത്തിയെന്ന് പറയരുത്. ബാബുവിന്റെ ഒരാക്ക്. എടാ ഇപ്പൊ എവിടെ ഇടിച്ചെന്നോ? എടേ എന്താടാ നീക്ക് ഇങ്ങനെ? സോഫ്റ്റ്വെയർ ഡെവലപ്പർ, സത്യം സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ് അവൻ. കുറച്ച് ഡെവലപ്പിങ്ങിൽ കുറച്ച് അടിപൊളിയാണ്. ഗൈസ് അപ്പോൾ എല്ലാവരും ഡു ടേക്ക് മെമ്പർഷിപ്പ് ചലഞ്ച്. നമ്മൾ 2322-ലുണ്ട്. 24 hours സ്ട്രീം കഴിയുമ്പോൾ എനിക്കത് 4000 മെമ്പേഴ്സ് ആക്കണം. നമ്മുടെ ചാറ്റിൽ എല്ലാവരും പച്ച കളറാവണം. പച്ച എല്ലാവരും കത്തിയെന്ന്. എല്ലാവരും പോയില്ലേ? ഓക്കെ. അതറിഞ്ഞാൽ മതി. ബാബു ഇപ്പോൾ അവിടെ വരും കേട്ടോ.